നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ? ഋഷിമാരുടെ ഋഷി മഹാനായ അഗസ്ത്യമുനിയുടെ അദ്ഭുത ജീവിതം. നമസ്കാരം സുഹൃത്തുക്കളെ, സൗള കോളിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പുരാണങ്ങളുടെ തിരമാലകളിലൂടെ ഇതിഹാസങ്ങളുടെ അതിർത്തി കവിയുന്ന ഒരു യാത്രയാണ് ഇന്ന്. ഒരു മുനി, ഒരു മന്ത്രവാദി, ഒരു ദ്രാവിഡ ഭാഷാപിതാവ്, ഒരു ശാസ്ത്രജ്ഞൻ, ഒരു കൽപ്പവൃക്ഷം പോലെ നിരവധി ശാഖകളുള്ള ഒരു വ്യക്തിത്വം. ആരാണ് അദ്ദേഹം? ഇതിഹാസങ്ങളിലെ ഏറ്റവും ശക്തമായ ഋഷിമാരിൽ ഒരാളായ അഗസ്ത്യമുനി. ഇന്നു വീഡിയോവിൽ വിന്ധ്യപർവ്വതം വണങ്ങിയത് എങ്ങനെ? രാമായണത്തിലും മഹാഭാരതത്തിലും അദ്ദേഹത്തിന് എന്ത് പങ്കുണ്ടായി? ദക്ഷിണ ഇന്ത്യയുടെ ജനനത്തിൽ അദ്ദേഹം എന്ത് രഹസ്യപങ്കാളിയായി? എല്ലാം വിശദമായി അറിയാം. വീഡിയോ അവസാനം വരെ കണ്ടിരിക്കൂ. അഗസ്ത്യമുനിയുടെ ജനനം തന്നെ ഒരു അദ്ഭുതമാണ്. പുരാണപ്രകാരം അദ്ദേഹം സ്വാഭാവികമായി ജനിച്ചതല്ല, സൃഷ്ടിച്ചതാണ്. ദേവന്മാരായ മിത്രനും വരുണനും ഒരു യാഗം നടത്തി. അവിടെ നിന്ന് അത്യാകർഷണീയമായ ഒരു ശക്തി പുറപ്പെട്ടു. ആ ശക്തിയിൽ നിന്നാണ് ഒരു പ്രകാശപുഞ്ജം പോലെ രണ്ട് മഹാനായ ഋഷിമാർ അവതരിച്ചത്. ആദ്യം ജനിച്ചത് അഗസ്ത്യമുനി. അദ്ദേഹം ഒരു കുട്ടയായി, അതായത് ഒരു കലശത്തിൽ നിന്നാണ് ജനിച്ചത്. അതിനാലാണ് അദ്ദേഹത്തെ കുംഭസംഭവൻ എന്നും വിളിക്കുന്നത്. അദ്ദേഹത്തിനു ശേഷം ജനിച്ചത് അദ്ദേഹത്തിന്റെ സഹോദരൻ വസിഷ്ഠമുനിയാണ്. അപ്രകാരം അഗസ്ത്യൻ ഒരു മാനസ്പുത്രൻ ആണ്, ബ്രഹ്മമാനസത്തിൽ നിന്നുണ്ടായവൻ. ഇതിഹാസകാലത്ത് വിന്ധ്യപർവ്വതം അത്യധികം ഉയരം കൂട്ടി. സൂര്യചന്ദ്രന്മാരുടെ ഗതിയെപ്പോലും അത് തടഞ്ഞു. ദേവന്മാർ ഭയപ്പെട്ടു. എന്തു ചെയ്യണം? അവർ ഓർത്തത് അഗസ്ത്യമുനിയെയാണ്. കാരണം വിന്ധ്യൻ അഗസ്ത്യമുനിയെ അതിയായി ബഹുമാനിച്ചിരുന്നു. ദേവന്മാരുടെ അഭ്യർത്ഥന കേട്ട അഗസ്ത്യമുനി വിന്ധ്യപർവ്വതത്തിന്റെ അടുത്തേക്ക് യാത്ര തിരിച്ചു. വിന്ധ്യൻ മുനിയെ കണ്ട് വളരെ ആദരവോടെ വണങ്ങി. സ്വാമിൻ, എന്നോട് എന്ത് ആജ്ഞ എന്നു ചോദിച്ചു. അഗസ്ത്യമുനി അതിശയിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു. ഹേ വിന്ധ്യ, ഞാൻ ദക്ഷിണദിക്കിലേക്ക് യാത്ര പോകുന്നു. എന്റെ യാത്ര പൂർത്തിയാകുന്നതുവരെ നീ ഇപ്പോഴത്തെ ഉയരത്തിൽ തന്നെ നിൽക്കണം. വളരുന്നത് നിർത്തി എനിക്ക് വഴി മാത്രം കൊടുക്കണം. ഞാൻ തിരിച്ചുവരും വരെ. തന്റെ ഗുരുവിനോടുള്ള ബഹുമാനത്താൽ വിന്ധ്യൻ അടങ്ങി തല താഴ്ത്തി അഗസ്ത്യമുനിക്ക് വഴി വഴിച്ചുകൊടുത്തു. മുനി തെക്കോട്ടു നടന്നു. പക്ഷേ അദ്ദേഹം ആ വഴിക്ക് തിരിച്ചുവരാതെ ദക്ഷിണത്ത് തന്നെ താമസമാക്കി. അങ്ങനെ വിന്ധ്യപർവ്വതം ഇന്നുവരെ തലതാഴ്ത്തി നിൽക്കുന്നു, തന്റെ ഗുരുവിന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നു. ഇതാണ് വിന്ധ്യപർവ്വതം ഉയരാത്തതിനുള്ള പുരാണകഥ. രാമായണത്തിൽ അഗസ്ത്യമുനിക്ക് ഒരു പ്രധാന പങ്കുണ്ട്. വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും അഗസ്ത്യമുനിയെ സന്ദർശിക്കുന്നു. മുനി അവരെ ആദരിച്ചു ആതിഥ്യം നൽകി. രാക്ഷസരെ എതിർക്കാൻ ആവശ്യമായ ദിവ്യാസ്ത്രങ്ങൾ രാമൻ ദാനം ചെയ്തു. അതിൽ പ്രധാനമായിരുന്നു ബ്രഹ്മാസ്ത്രം. മറ്റൊരു കഥ, രാവണനെ കൊല്ലാൻ ശക്തിമത്തായ ഒരു വില്ല് ആവശ്യമാണെന്ന്. അത് ശിവൻ തന്നെ നിർമ്മിച്ച കോദണ്ഡ വില്ലാണ്. ആ വില്ല് ദക്ഷിണത്തെ ഒരു യജ്ഞത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്നും അത് അഗസ്ത്യമുനിയുടെ സംരക്ഷണത്തിലാണെന്നുമാണ് വിശ്വാസം. രാമൻ അത് ലഭിക്കുന്നതിനു മുമ്പുതന്നെ അഗസ്ത്യമുനി ഒരുക്കങ്ങൾ ചെയ്തിരുന്നു. മഹാഭാരതത്തിലും അഗസ്ത്യമുനി ഒരു കഥാപാത്രമാണ്. ഒരിക്കൽ ദേവന്മാർ രാക്ഷസരെ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. രാക്ഷസർ സമുദ്രത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നു. സമുദ്രം വറ്റിക്കാൻ കഴിയുമോ? ആരാണ് അത് ചെയ്യുക? എല്ലാവരുടെയും നോട്ടം അഗസ്ത്യമുനിയിലേക്കായി. മഹർഷി സമുദ്രതീരത്തെത്തി. ഒരു കൈവിരലിൽ ജലം എടുത്ത് ഒരു നിമിഷത്തിൽ മുഴുവൻ സമുദ്രവും ഒരു മന്ത്രശക്തിയാൽ കുടിച്ചു ശൂന്യമാക്കി.
രാക്ഷസർ ഒളിച്ചിരുന്ന സ്ഥലം വെളിപ്പെട്ടു. ദേവന്മാർക്ക് അവരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. ഇത് അഗസ്ത്യമുനിയുടെ അപാരമായ യോഗശക്തിയുടെ നിദർശനമാണ്. ഇത്രയും പുരാണ പ്രാധാന്യമുള്ള അഗസ്ത്യമുനിയെ ദക്ഷിണാപഥത്തിന്റെ ഗുരു എന്നും വിളിക്കുന്നു. ദക്ഷിണ ഇന്ത്യയുടെ സംസ്കൃതിയുടെയും ഭാഷയുടെയും വികാസത്തിൽ അദ്ദേഹം ചെയ്ത സംഭാവന അതിശയിക്കുന്നതാണ്. തമിഴ് ഭാഷയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത് അഗസ്ത്യമുനിയെയാണ്. ഐതിഹ്യം പറയുന്നു, അദ്ദേഹം പൊതിയം പർവ്വതത്തിൽ പൊതിഗൈ മല താമസിക്കുകയും അവിടെ വച്ചാണ് ആദ്യത്തെ തമിഴ് വ്യാകരണം അഗസ്ത്യം രചിക്കുകയും ചെയ്തത്. തമിഴ് സംഘകാല സാഹിത്യത്തിന് അടിത്തറ പാകാൻ കാരണമായത് അദ്ദേഹമാണ്. മാത്രമല്ല, തമിഴ്നാട്ടിലെ സിദ്ധർ പാരമ്പര്യത്തിന്റെ ആദ്യ ഗുരുവായും ആദി സിദ്ധർ അഗസ്ത്യമുനി അറിയപ്പെടുന്നു. ആയുർവേദം, യോഗം, അലക്കെമി, രസവാദം എന്നീ വിദ്യകൾ ദക്ഷിണത്തെത്തിച്ചത് അദ്ദേഹമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ വടക്കിനെയും തെക്കിനെയും ബന്ധിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പാലമായി, ഒരു മഹാനായ ഋഷിയായി, ഒരു ഭാഷാ സ്രഷ്ടാവായി, ഒരു അദ്ഭുത പുരുഷനായി ചരിത്രത്തിലും പുരാണത്തിലും അമർന്നിരിക്കുന്നു അഗസ്ത്യമുനി. അദ്ദേഹത്തിന്റെ കഥകൾ നമ്മെ പഠിപ്പിക്കുന്നത് ജ്ഞാനം, ബലം, നൈപുണ്യം എല്ലാം ഒരു സദുദ്ദേശ്യത്തിനായി ഉപയോഗിക്കേണ്ടതിന്റെ അത്യാവശ്യകതയാണ്. ഇന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ മറ്റു പുരാണ കഥകൾ കാണാൻ ഞങ്ങളുടെ പുരാണങ്ങളുടെ ലോകം പ്ലേലിസ്റ്റ് ശരിയായി ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കൂ. സോള കോളിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ അമർത്തുക. എല്ലാ നോട്ടിഫിക്കേഷനുകളും ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.